ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 45-ാമത്തെ തിരുവചനം. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി. യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിൽ ജീവിക്കുന്ന വൃദ്ധയായ എലിസബത്തിൻ്റെ അനുഗ്രഹിക്കുന്ന സ്വരം തൻ്റെ കാതുകളിൽ വന്നു വീഴുന്നത് കേൾക്കുന്ന മറിയം എന്ന പെൺകുട്ടി. കർത്താവിൽ വിശ്വസിച്ച നീ ഭാഗ്യവതി എന്ന് തൻ്റെ ചാർച്ചക്കാരിയായ ആൻറ്റിയിൽ നിന്നും കേൾക്കുന്ന മറിയം. അതെ, വയസ്സിൽ തന്നെക്കാൾ മൂത്ത തൻ്റെ ബന്ധുവിൻ്റെ ശുശ്രൂഷയ്ക്കായി അനേകം മൈലുകൾ താണ്ടി വന്ന ഒരു ചെറുപ്പക്കാരി ആ വൃദ്ധയായ ബന്ധുവിൻ്റെ എലിസബത്തിൻ്റെ ബ്ലെസ്സിങ്ങിന് കാതോർക്കുന്ന സമയം. ജീവിതത്തിൽ എപ്പോഴും മുതിർന്നവരെ കാണുവാനും കേൾക്കുവാനും അവരുടെ കൂടെ താമസിച്ചവരെ ശുശ്രൂഷിക്കുവാനും അങ്ങനെ മുതിർന്നവരുടെ അനുഗ്രഹാശസ്സുകൾ നേടുന്നതിനും എല്ലാവർക്കും പ്രചോദനമാകുന്ന മറിയത്തിൻ്റെ പ്രവൃത്തി, അത് നമുക്കും പ്രചോദനമാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ജീവിതം കൊണ്ട് നേടിയെടുത്ത അനുഭവ സമ്പത്ത് അടിസ്ഥാനമാക്കി മുതിർന്നവർ നൽകുന്ന ഉപദേശവും അവരുടെ നമ്മോടുള്ള കനിവും ധാരാളമായി സമ്പാദിക്കുവാൻ ഓരോ ചെറുപ്പക്കാർക്കും മാതൃകയാക്കാവുന്ന അമ്മ മറിയം. ഇയ്യോബിൻ്റെ പുസ്തകം 12-ാം അധ്യായം 12-ാമത് പറഞ്ഞ വാക്കുകൾ, വൃദ്ധരിലാണ് വിജ്ഞാനം, വയോധികനിലാണ് വിവേകം എന്ന തിരുവചനമോർത്ത് ജീവിതത്തിൽ സായം സന്ധ്യയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്നുള്ള സത്യസന്ധമായ പ്രാർത്ഥനകൾ ദൈവാനുഗ്രഹത്തേക്കാൾ വിലപ്പെട്ടതായി കാണുവാനും അവരുടെ ആശീർവാദം ഒരാത്മീയ സുരക്ഷിതത്വമായി കാണുവാനും അങ്ങനെ ആ ആശീർവാദങ്ങളിൽ നിന്ന് ഒരുപക്ഷെ അത് മൗന അനുഗ്രഹമായിരിക്കാം, ആ മൗനത്തിൽ നിന്നുകൊണ്ടുള്ള അനുഗ്രഹത്തിൽ നിന്ന് ധൈര്യവും സ്വർഗീയ സമാധാനവും കൈക്കൊള്ളുവാൻ അങ്ങനെ മുതിർന്നവർ നൽകുന്ന അനുഗ്രഹം കുടുംബത്തെ, ബന്ധങ്ങളെ, തലമുറകളെ ഊഷ്മളമാക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. സദൃശവാക്യങ്ങൾ 16:31 കൊടുത്തിരിക്കുന്ന പോലെ മുതിർന്നവർ അവരുടെ ദൈവത്തിൽ ആശ്രയിച്ചുള്ള സുഹൃതപൂർണമായ ജീവിതം കൊണ്ട് അവർക്ക് വരുന്ന നരച്ച മുടി അവർക്കുള്ള മഹത്വത്തിൻ്റെ കിരീടമെന്ന വാക്കുകൾ ഓർത്ത് മുതിർന്നവരുടെ ധാരാളം അനുഗ്രഹാശിസുകൾ ലഭിക്കുവാൻ നമുക്കും ആഗ്രഹിക്കാം. ഇവിടെ തന്നെ കാണുവാൻ വന്ന ചെറുപ്പക്കാരിയായ മറിയത്തിനോട് വൃദ്ധയായ മുടി നരച്ച എലിസബത്ത് പറയുകയാണ്, ദൈവവാഗ്ദാനം നിന്നിൽ നിറവേറും എന്ന്. ആ വാക്കുകൾ ഹൃദയപൂർവ്വം വിശ്വസിച്ച മറിയാമേ, നീ നിൻ്റെ വിശ്വാസം കൊണ്ട് ഭാഗ്യവതിയാണ്. ദൈവവാഗ്ദാനങ്ങളിലുള്ള വിശ്വാസത്തോടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉറപ്പാക്കുവാൻ മറിയത്തെപ്പോലെ മുതിർന്നവരെ നമുക്കും ബഹുമാനിക്കാം. അവരുടെ വാർദ്ധക്യത്തിൽ അവർക്ക് തുണയാകുവാൻ പുൽക്കൂട്ടിൽ നമുക്കെല്ലാവർക്കും വേണ്ടി ജനിക്കുവാൻ പോകുന്ന രക്ഷകനോട് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.